വയ്യനില്ല. ഇന്നത്തെ നിങ്ങളുടെ കാസർഗോഡ് യാത്രയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. നല്ല മഴയത്താണ് ഞങ്ങൾ കണ്ണൂർ ഇൻ്റർസിറ്റി കയറി കാസർഗോഡേക്ക് പോയത്. അപ്പോൾ കണ്ണൂരിൽ 11:30 ചെന്നു. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന്, അതായത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞാൻ മീൽസാണ് കഴിച്ചത്. ഡോപ്പിയുടെ സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. ഡോപ്പിയുടെ ഫുഡ് വരാൻ ഇത്തിരി വൈകി, എൻ്റെ ഒരു വിഷം മുഖത്ത് കാണാനുണ്ട്. അപ്പോഴേക്കും ബിരിയാണി എത്തി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നമ്മൾ ഓട്ടോയിൽ കയറി നേരെ പുതിയ സ്റ്റാൻഡിലേക്ക് പോയി. അവിടെ നിന്ന് നമുക്കിനി ടി ടി എടുക്കണം. ടി ടി എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ടി ടി? നമ്മൾ ടൗൺ ടു ടൗൺ സർവീസ് കാസർഗോഡേക്കുള്ളത്. അപ്പോൾ നമ്മളോട് ചെന്നപ്പോൾ തന്നെ വണ്ടി ഉണ്ടായിരുന്നു. നേരെ പോയിട്ട് നമ്മൾ വണ്ടിയിൽ കയറി കാസർഗോഡ് നമ്മൾ കാലിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾക്ക് ഇറങ്ങുന്നുണ്ട്. അതൊക്കെ സന്തോഷമായിട്ട് വിളിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു നമ്മുടെ ഡ്രൈവർ. ആളാണെങ്കിൽ ഭയങ്കര ഹോണടിയായിരുന്നു. ഹോണ്ടി കേട്ട് നമുക്ക് തലവേന എടുത്തു വേണം പറയാം. എന്തായാലും കാലിക്കടവിൽ ഇറങ്ങിയപ്പോഴേക്കും കാത്തുക്കേണ്ടി വന്നില്ല. അവിടെ നമ്മുടെ സന്തോഷേട്ടൻ ഹാജരുണ്ടായിരുന്നു. അങ്ങനെ സന്തോഷേട്ടൻ്റെ കാറിൽ കയറിയിട്ട് സന്തോഷേട്ടൻ സന്തോഷേട്ടൻ്റെ വണ്ടി കയറിയിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പോയി. നമ്മൾ 1-2 വീഡിയോ എടുക്കാനാണ് കാസർഗോഡേക്ക് പോകുന്നത്. വീഡിയോ എടുത്തതിന് ശേഷം അവിടെ നേരെ നമ്മൾ ഗീതാ മാമിൻ്റെയും RK സാറിൻ്റെയും വീട്ടിൽ പോയി കേട്ടോ. അവിടെ നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. നമുക്ക് ചായ കുടിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ ഞാൻ RK സാറിനെയും കാണിച്ചു തരാം. ഇതാണ് RK സാറ്. അങ്ങനെ നമ്മൾ അത് കയറി അവിടെ ചായ കുടിക്കാനായിട്ട് കയറിയപ്പോഴൊരു സംഭവം കണ്ടത് ഗീതാ മാമിൻ്റെ വീണ. ഡോപ്പിയാണെങ്കിൽ ഇതിനു മുമ്പ് വീണ അടുത്ത് ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടില്ല, വായിച്ച് കേട്ടിട്ടില്ല നേരിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാം പറഞ്ഞു ഞാൻ ചായ കുടിച്ചിട്ട് വായിച്ച് തരാമെന്ന്. നമ്മുടെ ചക്കപ്പൊരി, ചക്ക, അതുപോലെ മുട്ട പുഴുങ്ങിയത് കേട്ടോ. അതിനകത്ത് കുരുമുളക് പോയിട്ട് കഴിച്ച് നല്ല സൂപ്പറായിരുന്നു. ഇതിവിടെ പഴയ ഫോട്ടോ നോക്കിയാൽ രണ്ടുപേരും നല്ല ഗ്ലാമർ ആയിട്ടില്ല. ഇത് താമ്രപത്രം. ഞാൻ ആദ്യമായിട്ടാണ് താമ്രപത്രം കാണുന്നത്. മാമിൻ്റെ അച്ഛന് കിട്ടിയതാണ് ആ താമ്രപത്രം. അപ്പോൾ ഈ അച്ഛന് കിട്ടിയതാണ്. അപ്പോൾ ഈ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മുട്ടയൊക്കെ തന്നു. അതിന് ശേഷം വീണയൊക്കെ വായിച്ച് കേൾപ്പിച്ച് തന്നു. പാവം കാലിന് കുറേ നാളായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്നൊന്നും വായിക്കാത്തതുകൊണ്ട് ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും നമ്മളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതങ്ങ് വായിച്ച് കേൾപ്പിച്ച് തന്നു കേട്ടോ. നാളെ തുടങ്ങി ഇതിനി ഒന്നുകൂടി പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തിരികെ പോകുന്ന വഴി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോഴും ഇതേ കടയിൽ കയറിയിട്ട് നമ്മൾ ഈ ചിരട്ടയുടെ കയ്യിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, 2 വർഷം മുന്നേ. അപ്പം അവിടെ കയറിയിട്ട് വീണ്ടും നമ്മൾ ചിരട്ടക്കയിലൊക്കെ വാങ്ങിച്ചു. നേരെ വേറൊരു വീഡിയോ കൂടെ എടുത്തിട്ട് സജീജിയുടെ അടുത്ത് വന്നു. സന്തോഷേട്ടൻ്റെ വീട്ടിലേ അവിടെ നല്ല ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ട് സൂപ്പറായിരുന്നു. അങ്ങനെ അടിപൊളിയായി. ദിവസം